അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. എല്ലാവർക്കും നമസ്കാരം. ഇന്നെത്തിയിരിക്കുന്നത് നമ്മുടെ പരീക്ഷയിലെ കാതലായ ഭാഗം ഏതാണ്? ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് മലയാളം. ഈ ഒരു വിഭാഗം ഉണ്ടല്ലോ, അതായത് കല, സംസ്കാരം, സാഹിത്യം, അതുപോലെ തന്നെ നമ്മുടെ മലയാള ഭാഷ. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് 15 മാർക്കിനാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്ന ഒരു ഭാഗമാണിത് എന്ന് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളിൽ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന കാര്യം ചുരുങ്ങിയ വാക്കുകളിൽ ഞാനിവിടെ പറയാം. നോക്കാം നമുക്ക്. കല അഥവാ ആർട്ട് എന്ന ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ അധ്യായം കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ എന്നിവരെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രശസ്തമായ സ്ഥലങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. തൃശ്ശൂരാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ അത് എന്തായി? കലയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി മാറി. അതുപോലെ ചോദിക്കാറുണ്ട്, എഴുത്തച്ഛൻ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂര് തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛന്റെ സ്മാരകം എന്ന നിലയ്ക്ക് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ? ഇത്തരത്തിൽ പ്രശസ്തമായ സ്ഥലങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. കലാമണ്ഡലവും അതുപോലെ തന്നെ മലയാള സർവകലാശാല ഇതൊക്കെ എന്തിനു പ്രാധാന്യമുള്ളതാണ്? സ്ഥാപനം എന്ന നിലയ്ക്കും മലയാള സാഹിത്യ കലാ സംസ്കാര വേദികളിൽ പ്രാധാന്യമുള്ള വിഭാഗം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പ്രശസ്തരായ വ്യക്തികൾ, കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയാം. കലാമണ്ഡലം സ്ഥാപിച്ചതാര് എന്ന ചോദ്യം പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്. മുകുന്ദരാജയും വള്ളത്തോളും ചേർന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. അതുപോലെ ഓരോരോ സ്ഥാപനങ്ങൾ, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യകാല പ്രവർത്തകര് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രവർത്തകര്, ഭാരവാഹികള്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രശസ്തരായ കലാകാരന്മാർ പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. എന്താണ്? ഏതെങ്കിലും ഒരു കലാകാരന്റെ പേര് തരും. ആ കലാകാരൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരാം. 2023 കഥകളി പുരസ്കാരത്തിന് അർഹരായ 2 പേരിൽ ഒരാളുടെ പേര് കുറൂർ വാസുദേവൻ നമ്പൂതിരി എന്നാണ്. അപ്പൊ കുറൂർ വാസുദേവൻ നമ്പൂതിരി ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. അതുപോലെ മട്ടന്നൂര് ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് ചോദ്യം വരാം. അപ്പൊ ഇത്തരത്തിൽ, അതുപോലെ ഗിരിജാദേവി അല്ലെ, ഇത്തവണത്തെ നൃത്തനാട്യ പുരസ്കാരം, സംസ്ഥാന നൃത്തനാട്യ പുരസ്കാരം നേടിയത് ഗിരിജാദേവിയാണ്. ഗിരിജാദേവി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കൂടിയാട്ടമാണ് ശരിയായ ഉത്തരം. കണ്ടോ? അപ്പൊ ഇത്തരത്തിൽ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട കലാകാരന്മാർ, ഇവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്. അത് ഈ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്. അതുപോലെ പ്രശസ്തരായ എഴുത്തുകാർ, MT വാസുദേവൻ നായർ തുടങ്ങി, M മുകുന്ദൻ തുടങ്ങി, OV വിജയൻ തുടങ്ങി മലയാളത്തിൽ പ്രഗത്ഭരായ എഴുത്തുകാരെ കൊണ്ട് സമ്പന്നമാണ് മലയാള ഭാഷയും സാഹിത്യവും. അവരുമായി ബന്ധപ്പെട്ട അനേകം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ വയലാർ അവാർഡ് നേടിയത് ആരാണ്? E സന്തോഷ് കുമാർ ആണ്. അദ്ദേഹത്തിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 49ാമത്തെ വയലാർ അവാർഡായിരുന്നു അത്. ഇത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിയുടെ രചയിതാവാര്, അല്ലെങ്കിൽ 2025 വയലാർ അവാർഡിന് അർഹമായ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിയുടെ എന്ന നോവലിന്റെ രചയിതാവാര്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കിട്ടിയല്ലോ? ഇനി അടുത്തത് എന്താണ് നോക്കാം. സംസ്കാരം. കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടത്, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, അല്ലെ? ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്
ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പ്രാചീന മലയാള കൃതി ഏത് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്. മധുരൈ കാഞ്ചിയാണ് ശരിയായ ഉത്തരം, അല്ലെ? നിങ്ങൾ തന്നെ മുൻകാല ചോദ്യ പേപ്പറുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ചോദ്യം ആവർത്തിച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ പൈങ്കുനി ഉത്സവം ഏത് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു അധ്യായം നോക്കിക്കേ. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇപ്പൊ പത്മപ്രഭാ പുരസ്കാരം, അല്ലെ, അല്ലെങ്കിൽ കേരള ജ്യോതി പുരസ്കാരം, ഇതൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്, അല്ലെ? ഓരോ വർഷവും പുതിയ പുതിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്, അല്ലെ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. രാഘവ വാര്യർക്കാണ് ഒടുവിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. അപ്പൊ അത്തരത്തിൽ സാംസ്കാരിക മേഖലയിൽ കനപ്പെട്ട സംഭാവനകൾ മലയാളത്തിന് നൽകിയിട്ടുള്ളവരെ പരിചയപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇത്തരത്തിലുള്ള അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റെലവന്റ് ടോപ്പിക്. കണ്ടോ, ഈ പറയുന്ന മേഖലയിലൊക്കെ ഒടുവിൽ സംഭവിച്ച കാര്യങ്ങൾ മിക്കവാറും പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുള്ളത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? സാഹിത്യ വിഭാഗമാണ്. സാഹിത്യത്തിൽ എന്തൊക്കെ ചർച്ച ചെയ്യണം? മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ. മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ പാട്ട് പ്രസ്ഥാനം, മണിപ്രവാള പ്രസ്ഥാനം. മലയാള ഭാഷയുടെ പ്രാരംഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കേണ്ട രണ്ട് പ്രസ്ഥാനങ്ങളാണ് പാട്ട് പ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും. ഇതിൽ ആദ്യം ഉണ്ടായിട്ടുള്ള കൃതികൾ പരീക്ഷയ്ക്ക് ആവർത്തന ചോദ്യമാണ്. ഏതാണ് ഏറ്റവും പ്രാചീന മലയാള കൃതി? രാമചരിതമാണ്. കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന മലയാള കൃതി രാമചരിതമാണ്. എഴുതിയത് ചീരാമകവിയാണ്. ചീരാമകവി എഴുതിയത് കൊണ്ടാണ് ചീരാമകവിയെ എന്ത് വിളിക്കുന്നത്? കേരള ചോസർ എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് കവിതാ സാഹിത്യം ആരംഭിച്ചത് ആരിൽ നിന്നാണ്? ജെഫ്രി ചോസർ എന്ന എഴുത്തുകാരനിൽ നിന്നാണ്. തത്തുല്യമായി മലയാള സാഹിത്യത്തിൽ കാവ്യാരംഭം കുറിച്ചത് ആരാണ്? ചീരാമകവിയാണ്. ഏത് കൃതിയിലൂടെ? രാമചരിതത്തിലൂടെ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? കേരള ചോസർ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ മണിപ്രവാള പ്രസ്ഥാനമുണ്ട്. ഇതിന് സമാന്തരമായിട്ട്, പാട്ടുപ്രസ്ഥാനത്തിന് സമാന്തരമായി വിഹരിച്ചിരുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം എതുക മോനവൃത്ത വിശേഷയുക്തം പാട്ട് എന്നാണ് പാട്ടിന് കൊടുത്തിരുന്ന നിർവചനമെങ്കിൽ ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം, സംസ്കൃതത്തിന്റെ കലർപ്പോട് കൂടിയ സാഹിത്യ രൂപങ്ങളെയാണ് ആദ്യകാലത്ത് മണിപ്രവാളം എന്ന് വിളിച്ചിരുന്നത്. മണിപ്രവാള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദ്യമുണ്ടായ കൃതിയാണ് ഏത്? വൈശിക തന്ത്രം. അജ്ഞാത കർത്തൃകമാണ്. ആരാണ് എഴുതിയത് എന്ന് നമുക്ക് അറിവില്ല. അപ്പോൾ ഓരോ പ്രസ്ഥാനത്തിലും ആദ്യമുണ്ടായ കൃതികളും അതിൻ്റെ എഴുത്തുകാരെ കുറിച്ചും പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. ഇത്തരത്തിൽ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളെയും അതിൽ ആദ്യമുണ്ടായിട്ടുള്ള കൃതികളെയും പരിചയപ്പെട്ടിരിക്കുക എന്നാണ് ഒന്നാം അധ്യായം പറയുന്നത്. രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുമ്പോഴോ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. ഇപ്പോ പാട്ട് പ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും കഴിഞ്ഞാൽ പിന്നെ പ്രസ്ഥാനം ഏതാണ്? വെൺമണി പ്രസ്ഥാനം കടന്നു വരുന്നുണ്ട്. എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനം കടന്നു വരുന്നുണ്ട്. പിന്നെ രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, വഞ്ചിപ്പാട്ട് പ്രസ്ഥാനം കടന്നു വരുന്നു. ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥ, ഗാഥാ പ്രസ്ഥാനം കടന്നു വരുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പ്രസ്ഥാനം കടന്നു വരുന്നു. കണ്ടോ, ഈ പറയുന്ന വിഭാഗങ്ങളിലൊക്കെ തന്നെയും അനേകം സാഹിത്യകൃതികൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള കൃതികളുടെ പേരും അവയുടെ രചയിതാക്കളെയും അറിഞ്ഞിരിക്കുക എന്നാണ് രണ്ടാമത്തെ അധ്യായം നമ്മോട് ആവശ്യപ്പെടുന്നത്. 3. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. ഒരു എഴുത്തുകാരൻ രചനാവേളയിൽ സ്വയം സ്വീകരിക്കുന്ന രണ്ടാമത്തെ പേരിനെയാണ് മലയാളത്തിൽ തൂലികാനാമം എന്നും ഇംഗ്ലീഷിൽ പെൻനെയിം എന്നും പറയുന്നത്. പരീക്ഷയ്ക്ക് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തുന്ന വ്യക്തി ആരാണ്? VV അയ്യപ്പനാണ്. അയ്യപ്പൻ കോവിൽ എന്ന് ഓർത്തു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ തൂലികാനാമത്തിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമായിരിക്കും. VV അയ്യപ്പനാണ്, അല്ലെ, കോവിലൻ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്നത്. അതുപോലെ ആനന്ദ് എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തുന്നത് P സച്ചിദാനന്ദനാണ്. മാലി എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തുന്നത് മാലി V മാധവൻ നായരാണ്. സുമംഗല ലീല നമ്പൂതിരിപ്പാടാണ്. കണ്ടോ, ഇത്തരത്തിൽ എഴുത്തുകാർ രചനാവേളയിൽ സ്വയം സ്വീകരിക്കുന്ന രണ്ടാമത്തെ പേരിനെ എന്ത് വിളിക്കാം?
തൂലികാനാമം എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് അപരനാമം? എഴുത്തുകാരന്റെ രചനാപരമായ സവിശേഷതകളെ വിലയിരുത്തിക്കൊണ്ട് ആസ്വാദകരോ അതുപോലെ ഭാഷാ പണ്ഡിതരോ ഇട്ടുകൊടുക്കുന്ന രണ്ടാമത്തെ പേരിനെയാണ് അപരനാമം എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. എന്താണ് അതിന്റെ കാരണം? സംസ്കൃതത്തിൽ എഴുതപ്പെട്ട രാമായണം അല്ലെ, രാമായണം മൂലകൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? കേരള വാൽമീകി എന്ന് വിളിക്കുന്നത്. മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ എന്ത് വിളിക്കുന്നത്? കേരള വ്യാസൻ എന്ന് വിളിക്കുന്നത്. അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊണ്ട് കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ കേരള കാളിദാസൻ എന്നാണ് വിളിക്കുന്നത്. വ്യാകരണത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കേരള പാണിനീയം എന്ന കൃതി രചിച്ചതിന്റെ പേരിൽ AR രാജരാജവർമ്മയെ കേരള പാണിനി എന്നാണ് വിളിക്കുന്നത്. കണ്ടോ, ഇവരുടെ രചനാപരമായ സവിശേഷതകളെ വിലയിരുത്തിക്കൊണ്ടാണ് അപരനാമങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രഗത്ഭരായ എഴുത്തുകാരെ നമുക്ക് ഈ വിഭാഗത്തിൽ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്താണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്? പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. 2 വരി കവിത തന്നിട്ട് ഇത് ആരുടേതാണ് ഈ വരികൾ എന്ന് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്, എഴുത്തച്ഛൻ്റെതാണ് ഈ വരികൾ അല്ലെ. ലക്ഷ്മണ സാന്ത്വനം എന്ന ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് അവനവനാത്മ സുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം അല്ലെ. ആരുടെയാ? ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ്. ഈ വരികളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടിട്ടാണ് കുമാരനാശാൻ എന്തെഴുതിയത്? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. നളിനി എന്ന കൃതിയിൽ കുമാരനാശാൻ എഴുതിയിടുന്ന വരികളാണിത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഇത്തരത്തിൽ പ്രശസ്തമായ വരികൾ തന്നിട്ട് ആരുടേതാണ് ഈ വരികൾ എന്ന ചോദ്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. അത് ഈ ഭാഗത്ത് നിന്നാണ്. മറ്റൊന്ന്, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. ഇപ്പോ മലയാള പത്രപ്രവർത്തനത്തിന്റെ തുടക്കം നമ്മൾ എങ്ങോട്ട് പോകും? വിദേശ മിഷണറിമാരിലേക്ക്, ക്രിസ്ത്യൻ മിഷണറിമാരിലേക്ക് പോകും അല്ലെ. ഗുണ്ടർട്ടിൽ നിന്നാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അതുപോലെ നാഴികക്കല്ലുകളായ ഒരുപാട് സംഭവങ്ങൾ പിൽക്കാലത്ത് അരങ്ങേറിയിട്ടുണ്ട്. പത്രപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ആദ്യമായി നാടുകടത്തപ്പെട്ട വ്യക്തിയാണ് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അതുകൊണ്ട് അദ്ദേഹം തന്റെ ആത്മകഥയ്ക്ക് ഏത് പേരാ കൊടുത്തത്? എന്റെ നാടുകടത്തൽ. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യം, എന്റെ നാടുകടത്തൽ എന്ന ആത്മകഥയുടെ രചയിതാവാരാണ്? കിട്ടിയോ? അദ്ദേഹത്തിന്റെ പത്നിയായ ബി കല്യാണിക്കുട്ടി അമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ. 12 കൊല്ലം മാത്രമാണ് അവരുടെ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നത്. അതുകൊണ്ട് തന്നെ അവർ ആത്മകഥയ്ക്ക് ഏത് പേര് കൊടുത്തു? വ്യാഴവട്ട സ്മരണകൾ എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇത്തരത്തിൽ പത്രപ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ നാഴികക്കല്ലുകളായി തീർന്ന അനേകം പത്രങ്ങളും ആനുകാലികങ്ങളും അതിന് ചുക്കാൻ പിടിച്ചവരുമായി ഒരു പറ്റം ആൾക്കാരുമുണ്ട്, ഒരു പറ്റം വ്യക്തിപ്രഭാവങ്ങളുണ്ട്. അവരെ പരിചയപ്പെടാനാണ് ഈ ഒരു അധ്യായം നമ്മളോട് ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വയലാർ അവാർഡ്. ഞാൻ അവാർഡിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. MR4Y, മോസ്റ്റ് റീസെന്റ് 4 years, അവസാന 4 വർഷങ്ങളിൽ ഈ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് വയലാർ അവാർഡ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചത് 49ാമത്തെ വയലാർ അവാർഡാണ്. 2025 അത് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞു. അപ്പോ 2025 ഒടുവിൽ പ്രഖ്യാപിച്ചത്. 2024, 2023, 2022, 2022 മുതൽ 2025 വരെ ആർക്കൊക്കെയാണ് പുരസ്കാരം കിട്ടിയത്, ഏതൊക്കെ കൃതികൾക്കാണ് പുരസ്കാരം കിട്ടിയത്, നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞു വെക്കാനുള്ള ഒരു എളുപ്പവഴി നമുക്കറിയാം. എന്താണത്? ഹരിശ്രീ അശോകന് സന്തോഷമായി. ഹരിശ്രീ അശോകന് സന്തോഷമായ നമുക്കെന്താ? നമുക്ക് പല ഗുണമുണ്ട്. 2022 വയലാർ അവാർഡ് നേടിയത് ഹരി. ഏതാ ഹരി?
എസ് ഹരീഷ്, അദ്ദേഹത്തിന്റെ മീശ എന്ന നോവലിനാണ് പുരസ്കാരം. 2023 ശ്രീകുമാരൻ തമ്പി, സിനിമാ സംവിധായകനും ഗാനരചയിതാവും കവിയുമായ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയത്. 2022 2023 2024 ശ്രീ അശോകൻ. ഏത് അശോകൻ? അശോകൻ ചരുവിൽ. അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ 2025 സന്തോഷമായി. ഏത് സന്തോഷ്? സന്തോഷ് കുമാർ, അദ്ദേഹത്തിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് ഏറ്റവും ഒടുവിൽ 2025 49ാമത് വയലാർ അവാർഡ് ലഭിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇത്തരത്തിൽ നേടിയെടുത്തിട്ടുള്ള പുരസ്കാരങ്ങൾ അവസാന 4 വർഷങ്ങളിൽ ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർത്തു വയ്ക്കാനാണ് ഈ ഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്. പിന്നെന്താണ്? വളരെ പ്രധാനപ്പെട്ടത് ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. മലയാള സാഹിത്യത്തിൽ ഇതുവരെ 6 പേർക്കാണ് ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളത്. വേഗം തന്നെ പഠിച്ചു പാസ്സായി ഒരു ജോലിക്ക് കയറാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ ഇനിയും മലയാളത്തിലേക്ക് ജ്ഞാനപീഠ പുരസ്കാരം കടന്നു വരും, നമ്മൾ തന്നെ അത് പഠിക്കേണ്ടിയും വരും, അല്ലേ? 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം. 1980 എസ് കെ പൊറ്റേക്കാട്ടിന് ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നു. 1984 എൻ്റെ നാട്ടുകാരൻ കൂടിയായ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം. 95 MT വാസുദേവൻ നായർക്കും 2007 ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറുപ്പിനും ഏറ്റവും ഒടുവിൽ 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. അപ്പോ ഇവർ ഒരുപാട് കൃതികൾ വേറെയും എഴുതിയിട്ടുണ്ട്. ആ കൃതികൾ ഏതൊക്കെയാണ്? അതിനെന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രാധാന്യം എന്താണ്? തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അധ്യായമാണ് ഏത്? ജ്ഞാനപീഠം നേടിയ മലയാളികളും അനുബന്ധ വസ്തുതകളും. അടുത്തത് എന്താണ്? മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല കൂടിയാണ്, അല്ലേ? നമ്മൾ താല്പര്യത്തോടു കൂടി സമീപിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഏതാനും ചോദ്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രത്തിന്റെ പേര്. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രം. ആദ്യത്തെ നിശബ്ദ ചിത്രം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നത് പോലെ വിഗതകുമാരനാണ്. പക്ഷെ 2ാമത്തത് ചോദിച്ചാൽ പലരും തപ്പിത്തടയാറുണ്ട്. ഏതാ ശരിയായ ഉത്തരം? മാർത്താണ്ഡവർമ്മയാണ് ശരിയായ ഉത്തരം. മലയാളത്തിൽ ആകെ 2 നിശബ്ദ ചിത്രങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാ? 1 വിഗതകുമാരനും, 2 മാർത്താണ്ഡവർമ്മയുമാണ്. ബാലൻ എന്ന സിനിമയുടെ പ്രത്യേകതയാണ് എന്ത്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമാണ് കണ്ടം വച്ച കോട്ട്. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് തിക്കുറിശി സുകുമാരൻ നായർ നായകനായ ജീവിത നൗക. അങ്ങനെ മലയാള സിനിമയിൽ നാഴികക്കല്ലുകളായി തീർന്നിട്ടുള്ള പല സിനിമകളും സംഭവങ്ങളും ഒക്കെയുണ്ട്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ 2 മലയാളികളേ ഉള്ളൂ. അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാലും. മോഹൻലാലിന് ലഭിച്ചത് 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമാണ്. അപ്പൊ ഇത്തരത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ, അതുപോലെ ഓസ്കാർ കേട്ടോ, ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ അനോറ അല്ലെ അടക്കമുള്ള ചിത്രങ്ങളെ കുറിച്ചുള്ള ചോദ്യവും നമ്മുടെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? മലയാളം വൊക്കാബുലറി പാർട്ടിലേക്ക് കടക്കുകയാണ്. പദശുദ്ധി. പദശുദ്ധിയിൽ എന്താണ്? ഒരു വാക്ക് എങ്ങനെയാണ് തെറ്റുകൂടാതെ എഴുതേണ്ടതെന്നും തെറ്റുണ്ടെങ്കിൽ എങ്ങനെയാണത് തിരുത്തേണ്ടത് എന്നുമാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ഈ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കവി എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം. എന്താണ്? കവയത്രിയാണോ? അല്ല, ഒരിക്കലും മറക്കരുത് കേട്ടോ. കവയിത്രി എന്നുള്ളതാണ് ശരിയായ പദം. അവസാനത്തെ 2 അക്ഷരത്തിന് മാത്രമാണ് ഇകാരം അല്ലെങ്കിൽ വള്ളിയുള്ളത് എന്ന കാര്യം മറക്കാതിരിക്കുക. കവയിത്രി എന്നുള്ളത് ശരിയായ പദമാണ്. പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇതുപോലെ തെറ്റുകൾ എവിടെയും സംഭവിക്കാം. സെന്റൻസുകളിൽ, വാക്യങ്ങളിൽ സംഭവിക്കാം. വാക്യങ്ങളിൽ എങ്ങനെയാണ് തെറ്റ് സംഭവിക്കുന്നതെന്നും അതെങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നുമാണ് വാക്യശുദ്ധി എന്ന അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ പരിഭാഷ. ഒരു ഇംഗ്ലീഷ് വാക്യം തന്നിട്ടുണ്ടാകും, അർത്ഥം ചോർന്നു പോകാതെ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ആവശ്യപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് 2 തരത്തിലാണ് ഇവിടെ നിന്ന് ചോദ്യം വരിക. ഒന്ന്, ഇംഗ്ലീഷിലെ ശൈലികൾ അർത്ഥം ചോർന്നു പോകാതെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ആവശ്യപ്പെടും. ഉദാഹരണത്തിന്
സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇത് പരിഭാഷപ്പെടുത്തുമ്പോൾ പതുക്കെയും നിരന്തരവുമായി ചെയ്യുന്ന പ്രവൃത്തി വിജയത്തിൽ കലാശിക്കും എന്ന് പരിഭാഷപ്പെടുത്താമോ? പാടില്ല. പിന്നെയോ പയ്യെ തിന്നാൽ പനയും തിന്നാം. കണ്ടോ, ഇത്തരത്തിൽ അർത്ഥമറിഞ്ഞ് സമാനാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മലയാള ശൈലി കണ്ടെത്തി ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഇതുപോലെ തന്നെ എങ്ങനെയും ചോദ്യം വരാറുണ്ട്. ഒരു സെന്റൻസ് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ചോദിക്കാറുണ്ട്. ഉദാഹരണം, ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് എന്നാണ് അർത്ഥം. അതേസമയം ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലോ എനിക്ക് സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ല എന്നാണ് അർത്ഥം. there is little water in that new well എന്ന് പറഞ്ഞാൽ പുതിയ കിണറ്റിൽ അല്പം വെള്ളമുണ്ട്. there is a little water in that new well എന്ന് പറഞ്ഞാലോ പുതിയ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല എന്നാണ് അർത്ഥം. കിട്ടിയോ? അപ്പോൾ ഇത്തരത്തിലുള്ള പരിഭാഷകളും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാറുണ്ട്. പിന്നെ അടുത്തത് ഒറ്റപ്പദം. ഒരു സെന്റൻസിന്റെ അത്രയും നീളമുള്ള കാര്യമായിരിക്കും, അതിനെ ഒറ്റ വാക്കിലേക്ക് നമുക്ക് ചുരുക്കി എഴുതാൻ സാധിക്കും. ഉദാഹരണത്തിന്, ബാലകർ മുതൽ വൃദ്ധർ വരെ എഴുതുമ്പോൾ 4 വാക്കുണ്ട്, ഒരു സെന്റൻസിന്റെ അത്രയും നീളമുണ്ട്. ഇതിനെ ഒറ്റ വാക്കിലേക്ക് എങ്ങനെ ചുരുക്കാം? ആബാലവൃദ്ധം. കണ്ടോ, ഒറ്റ വാക്കിലേക്ക് അത് ചുരുങ്ങി. ഇങ്ങനെ വലിയ കാര്യങ്ങളെ ഒറ്റ വാക്കിലേക്ക് എങ്ങനെ ചുരുക്കാം എന്നുള്ളത് ഒറ്റപ്പദത്തിൽ പഠിക്കുന്നു. കാര്യകാരണങ്ങൾ അറിഞ്ഞ് പെരുമാറുന്നവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് പ്രത്യുത്പന്നമതി. കണ്ടോ, വാക്ക് ഒറ്റ വാക്കിലേക്ക് ചുരുങ്ങി. ഇതിലും ഭേദം നീട്ടിപ്പരത്തി പറയണതായിരുന്നു എന്നല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള ചില പദങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? യാഥാസ്ഥിതികൻ. കണ്ടോ, ഇത്തരത്തിലുള്ള പദങ്ങളാണ് എവിടെ പരിചയപ്പെടുന്നത്? ഒറ്റപ്പദത്തിൽ പരിചയപ്പെടുന്നത്. മറ്റൊന്ന് പര്യായം. ഇതുപോലെ തന്നെയാണ് സമാന പദം. ഇത് രണ്ടും നമ്മൾ ഒറ്റ അധ്യായമായിട്ടാണ് പഠിക്കുന്നത്. പര്യായ പദങ്ങളും സമാന പദങ്ങളും. ഒരു വാക്കിന് തന്നെ അനേകം അതേ അർത്ഥം വരുന്ന അനേകം പദങ്ങൾ മലയാളത്തിൽ ഉണ്ടാകാം. മലയാളത്തിൽ സൂര്യനും ആനയ്ക്കുമാണ് ഏറ്റവും അധികം പര്യായ പദങ്ങൾ ഉള്ളത് അല്ലേ? ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. അർക്കൻ, ദിനേശൻ, ദിവാകരൻ, മാർത്താണ്ഡൻ അല്ലേ? ഒരുമാതിരിപ്പെട്ട നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ പേരെടുത്താൽ അത് എന്തായിരിക്കും? സൂര്യന്റെ പര്യായ പദങ്ങളായിരിക്കും. അതുപോലെ ഗജം, കളഭം, പത്മി അല്ലേ തുടങ്ങി, കുഞ്ചം, കുഞ്ചരം തുടങ്ങിയ അനേകം പദങ്ങൾ ആനയ്ക്കും പര്യായ പദങ്ങളായിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് തന്നിട്ട് ഇതിന്റെ സമാന പദം കണ്ടെത്തുക, അല്ലെങ്കിൽ ആനയുടെ പര്യായമായിട്ട് വരുന്ന പദം ഏത്, പര്യായ പദം അല്ലാത്തതേത്, അത്തരത്തിലാണ് ചോദ്യം വരിക. അപ്പൊ മറ്റൊരു പ്രശ്നമുണ്ട്. മലയാളത്തിലെ എല്ലാ വാക്കുകളുടെയും അർത്ഥവും സമാന പദവും പര്യായ പദവും നമ്മൾ പഠിക്കണോ? വേണ്ട. സമാന പദം പര്യായ പദത്തിൽ 5 മേഖലകളായിട്ട് നമുക്കിതിനെ തിരിക്കാവുന്നതാണ്. അതായത് പൂക്കൾ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. പറവകൾ, മൃഗങ്ങൾ, ശരീരത്തിലെ അവയവങ്ങൾ, പ്രകൃതി. ഈ 5 വിഭാഗത്തിൽ നിന്നുള്ള വാക്കുകൾ മാത്രമാണ് PSC പരീക്ഷയിൽ ഇതുവരെ സമാന പദം പര്യായ പദം എന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. അതിനെ കൃത്യമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള പദങ്ങളെയും നിങ്ങളെ കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ എൻട്രി ആപ്പിൽ കയറി പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. പിന്നെ വിപരീത പദം അഥവാ ഓപ്പോസിറ്റ് വേർഡ്സ്. പ്രത്യക്ഷം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? അപ്രത്യക്ഷം എന്ന് പറയാൻ വരട്ടെ. അപ്രത്യക്ഷമല്ല. പ്രത്യക്ഷം എന്നാൽ ഡയറക്റ്റ് എന്നാണ് അർത്ഥം. അപ്പൊ ഇൻഡയറക്റ്റ് എന്ന അർത്ഥം വരുന്ന വാക്കാണ് പ്രത്യക്ഷത്തിന്റെ വിപരീതമായിട്ട് വരിക. അതേതാണ്? പരോക്ഷമാണ് കേട്ടോ. പ്രത്യക്ഷം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? പരോക്ഷമാണ്, അപ്രത്യക്ഷമല്ല. പ്രത്യക്ഷപ്പെടുക എന്ന വാക്കിന്റെ വിപരീതമാണ് അപ്രത്യക്ഷമാകുക എന്നുള്ളത്. ഇത്തരത്തിൽ അനേകം വിപരീത പദങ്ങളുണ്ട്. മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനെ യാഥാസ്ഥിതികൻ എന്ന് വിളിച്ചല്ലോ. അപ്പോ കാലത്തിനനുസരിച്ച് മുന്നേറുന്നവനെ എന്ത് വിളിക്കാം? ഉത്പതിഷ്ണു എന്ന് വിളിക്കാം. ഉത്പതിഷ്ണു, ഉയർച്ച ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ പുതുമകളെ കണ്ടെത്തുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അതുപോലെ അഗ്രജൻ എന്ന വാക്കിന്റെ വിപരീതമാണ് അവരജൻ. അഗ്രജൻ ജ്യേഷ്ഠൻ അഥവാ ചേട്ടനാണ്, അവരജൻ അനിയനാണ്. ഇതുപോലെ അനേകം വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സിതം വിപരീതം അസിതം, സിതം വെളുപ്പ്, അസിതം കറുപ്പ്. ഇത്തരത്തിലുള്ള വാക്കുകൾ വിപരീത പദവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ശൈലികൾ, പഴഞ്ചൊല്ലുകൾ. കാവ്യഭാഷയെ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലങ്കാരങ്ങളും വൃത്തങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത്. സമാനമായി ഗദ്യഭാഷയെ കൂടുതൽ മനോഹരമാക്കാൻ ശൈലികളും പഴഞ്ചൊല്ലുകളും ഉപയോഗിക്കുന്നു.
കുഞ്ചൻ നമ്പ്യാരുടെ കാവ്യങ്ങളിൽ നിന്ന് അപ്പാടെ എടുത്തിട്ടുണ്ട് മലയാള ഭാഷ അനേകം പഴഞ്ചൊല്ലുകളും ശൈലികളും. നമ്മൾ ഇന്നത് ഉപയോഗിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടേതാണ് എന്ന അറിവ് പോലും ഇല്ലാതെയാണ്. ഉദാഹരണത്തിന്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. കുഞ്ചൻ നമ്പ്യാരുടെ വരിയാണ് അല്ലേ. എംബ്രാൻ അല്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികൾ ഒക്കെ കക്കും. കുഞ്ചൻ നമ്പ്യാരുടേതാണ്. അതുപോലെ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. ആരുടേതാണ്? കുഞ്ചൻ നമ്പ്യാരുടെ സംഭാവനയാണ്. കുഞ്ചൻ നമ്പ്യാരുടേത് മാത്രമല്ല, മലയാളത്തെ സമ്പന്നവും സമ്പുഷ്ടവുമാക്കി നിർത്തുന്ന അനേകം ശൈലികളും പഴഞ്ചൊല്ലുകളും ഉണ്ട്. അവയിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് 7ാമത്തെ അധ്യായം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അടുത്ത അധ്യായത്തിലേക്ക് കടന്നാൽ സമാനപദമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സമാനപദം പര്യായപദം രണ്ടും കൂടി ചേർത്ത് ഒറ്റ അധ്യായമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ മറ്റൊന്ന് ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്. അത് രണ്ടും ഒറ്റ അധ്യായമായിട്ടാണ് പഠിക്കുന്നത്. ചേർത്തെഴുതാനും പിരിച്ചെഴുതാനും മലയാളത്തിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നടക്കുന്നത്. ഉദാഹരണത്തിന്, പരോപകാരം എന്ന വാക്ക്, ഇത് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാക്കുണ്ടായത് എന്ന് ചോദിച്ചാൽ, പരാ അധികം ഉപകാരമാണ് എന്തായത്? പരോപകാരമായത്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പര എന്ന വാക്ക് അവസാനിക്കുന്നത് ആ എന്ന ശബ്ദത്തിലും ഉപകാരം എന്ന വാക്ക് ആരംഭിക്കുന്നത് ഉ എന്ന ശബ്ദത്തിലുമാണ്. ആയും ഊവും കൂടി ചേർന്നാൽ ചേർത്തെഴുത്തിൽ അത് എന്തായി മാറും? ഓയായിട്ട് മാറും. കിട്ടിയോ? പര അധികം ഉപകാരം, പരോപകാരം. നവ അധികം ഉദ്ധാനം, നവോത്ഥാനം. മഹാ അധികം ഉത്സവം, മഹോത്സവം. കിട്ടിയോ? ആയും ഊവും കൂടി ചേർന്നാൽ അത് ഓയായിട്ട് മാറാറുണ്ട്. കാവ്യ അധികം ഉപകരണം, കാവ്യോപകരണം. ആയും ഊവും കൂടി ചേർന്നാൽ ഓയാകും എന്ന നിയമം അറിയാമെങ്കിൽ മാത്രമാണ് ഈ വാക്ക് കൃത്യമായിട്ട് നമുക്ക് പിരിച്ചെഴുതാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ചേർത്തെഴുതാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഏകദേശം 20ഓളം നിയമങ്ങളാണ് പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മുഴുവൻ നിയമങ്ങളെയും കൃത്യമായി ഉദാഹരണ സഹിതം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത അധ്യായം സ്ത്രീലിംഗം പുല്ലിംഗമാണ്. എതിർലിംഗ പദം കണ്ടെത്തുക. അച്ഛൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, ചേട്ടൻ, ചേച്ചി, ഇങ്ങനെയുള്ള വാക്കുകൾ പരീക്ഷയ്ക്ക് ചോദിക്കുവോ? ഇല്ല. ഇത് എതിർലിംഗ പദം തന്നെയാണ്, പക്ഷെ ഇങ്ങനെയല്ല ചോദ്യം വരുന്നത്. പിന്നെയോ, നമ്പൂതിരി എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം എന്താണ്? അന്തർജനമാണ്. ചാക്യാർ ഇല്ലൊടമ്മയാണ്. പണ്ടാല കോവിലമ്മയാണ്. മാടമ്പി കെട്ടിലമ്മയാണ്. ഇങ്ങനെയുള്ള അനേകം എതിർലിംഗ പദങ്ങളുണ്ട്. പരിചാരകൻ പരിചാരികയാണ്. രക്ഷകൻ രക്ഷികയാണ്. ലേഖകൻ ലേഖികയാണ്. സമ്പാദകൻ സമ്പാദികയാണ്. ഇത്തരത്തിലുള്ള എതിർലിംഗ പദങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിലും ചില കാരണങ്ങളൊക്കെയുണ്ട്. ആപ്പിൽ അത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു അധ്യായമാണ് വചനം. ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. സിംഗുലർ എന്നും പ്ലൂറൽ എന്നും ഇംഗ്ലീഷിൽ പഠിക്കും. മലയാളത്തിലോ ഏകവചനമെന്നും ബഹുവചനമെന്നും. ഒന്നിനെ കുറിക്കുന്നത് ഏകവചനം, ഒന്നിലധികം എത്രയുണ്ടെങ്കിലും അത് ബഹുവചനം. മലയാളത്തിൽ ഇല്ലാത്തതും സംസ്കൃതത്തിൽ ഉള്ളതുമായ വചന വിഭാഗമാണ് ദ്വിവചനം. മലയാളത്തിൽ അതിന് ഉദാഹരണങ്ങളില്ല. ഇനി ഈ പറയുന്ന ബഹുവചനത്തെ തന്നെ വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുവചനത്തെയാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. സ്ത്രീലിംഗവുമാകാം പുല്ലിംഗവുമാകാം എന്ന വചന വിഭാഗത്തെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഏകവചനമായിരിക്കും, എന്നാൽ ആദരസൂചകമായിട്ട് ബഹുവചന പ്രത്യയം ചേർക്കുന്നതിനെ എന്ത് വിളിക്കാം? പൂജക ബഹുവചനം എന്ന് വിളിക്കാം. ഇങ്ങനെ വചന വിഭാഗത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വചന വിഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെയോ, ഘടകപദം അല്ലെങ്കിൽ വാക്യം ചേർത്തെഴുതുക. ഉദാഹരണത്തിന്, അഭ്യസ്ത വിദ്യൻ എന്ന വാക്ക് തരികയാണ്. അഭ്യസ്ത വിദ്യൻ ഇതൊരു സമസ്ത പദമാണ്. സമസ്ത പദം എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ ചേർന്നിട്ടുള്ള പദങ്ങളെയാണ് സമസ്ത പദം എന്ന് വിളിക്കുന്നത്. ഈ സമസ്ത പദത്തെ ഘടകപദങ്ങളാക്കാൻ ആവശ്യപ്പെട്ടാൽ എങ്ങനെ എഴുതാം? അഭ്യസിച്ച വിദ്യയോട് കൂടിയവൻ.
അതാണ് ആര്? അഭ്യസ്തവിദ്യൻ. കിട്ടിയോ? അതുപോലെ പീതാംബരൻ, പീതമായ അമ്പരത്തോട് കൂടിയവൻ ആരോ അവൻ എന്ന് വിഗ്രഹിക്കാം. അറുമുഖൻ, ആറുമുഖത്തോട് കൂടിയവൻ ആരോ അവൻ. അഭിമുഖം, മുഖത്തിന് നേരെ. കണ്ടോ? ഇത്തരത്തിൽ വിഗ്രഹിച്ചെഴുതുന്നതിനെയാണ് എന്തു പറയുന്നത്? ഘടകപദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പദങ്ങളായിരിക്കും. പിന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? പിന്നെ നമുക്കൊന്നും പഠിക്കാനില്ല. ഇതെല്ലാം കൂടി പറഞ്ഞു കേട്ടപ്പോ എന്തോ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത്രയും കാര്യങ്ങളാണ് മലയാള വൊക്കാബുലറി, വ്യാകരണ ഭാഗം, അതുപോലെ സാഹിത്യം, കല, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ നിന്ന് ചോദിക്കുക എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാം കൂടി കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ മാത്രമേ കാടുള്ളൂ, അല്ലെ? അടുത്ത് എന്ന് നോക്കുമ്പോൾ ഓരോന്നും ഒറ്റയൊറ്റ മരങ്ങളാണ് എന്ന് പറയുന്നത് പോലെയാണ്. ഓരോ അധ്യായത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അയ്യോ ഇത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളോ എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു പോകും. അത്ര എളുപ്പമായിട്ട് രസകരമായിട്ട് പഠിക്കാവുന്ന ഭാഗമാണേത്? ഈ പറയുന്ന മലയാള സാഹിത്യവും വ്യാകരണവും ഉൾപ്പെടുന്ന വിഭാഗം. മുഴുവൻ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനും അതുപോലെ റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ പേര് ഏറ്റവും മുകളിൽ എത്തിച്ചേർക്കാനും ഈ ഭാഗം നിങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി സമീപിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാര്യങ്ങളെല്ലാം ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.